കുഞ്ഞു പ്രാർത്ഥനയാണ്. പക്ഷേ നമ്മളിത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചൊരിയും. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്തു തുടങ്ങണം. എന്നിട്ട് നിങ്ങളുടെ മക്കളോട് ഈ വാക്ക് പറഞ്ഞു കൊടുക്കണം. അവരുടെയൊക്കെ ഞെരുക്കത്തിന്റെ നടുവിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ജെൻസി പിള്ളേര്, പുതിയ തലമുറയിലെ പിള്ളേർക്കൊരു കുഴപ്പമുണ്ട്. ഒരു പ്രതിസന്ധി വന്നാൽ അവർക്കൊന്ന് പിടിക്കാൻ ഒരു കച്ചിത്തുരുമ്പ് പോലും കയ്യിലില്ലെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തമില്ല. അതുകൊണ്ടാണ് അവർ അസ്വസ്ഥരാകുന്നത്, പലതരത്തിൽ അവർ പെരുമാറാൻ തുടങ്ങുന്നത്, ജീവിതം നശിപ്പിക്കാൻ പോകുന്നത്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ട വലിയൊരു കൃപ ഈ വചനത്തിന്റെ കൃപ കൊടുക്കണം. എടാ മകനെ, നിനക്കൊരു പ്രതിസന്ധി വന്നാൽ നിനക്ക് ആശ്രയിക്കാൻ ദേ ഈ വചനം. എന്നിട്ട് ആ മകന് വേണമെങ്കിൽ എഴുതി കൊടുക്കുക, മകൾക്ക് വേണമെങ്കിൽ എഴുതി കൊടുക്കുക. ഇതെന്നും പ്രാർത്ഥിക്കാൻ പറ്റിയൊരു കുഞ്ഞു പ്രാർത്ഥനയാണ്. യെശയ്യായുടെ പ്രവചനം 33-ാം അധ്യായം 2-ാം തിരുവചനം. കർത്താവേ, കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ. ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ. ഹല്ലേലൂയ.